ടാർ ചെയ്ത് ദിവസങ്ങൾ കഴിയും മുമ്പേ കാലടി പാലത്തിൽ വീണ്ടും കുഴി. ടാർ ചെയ്ത ഭാഗത്ത് തന്നെയാണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടത്. സൈഫുന്നിസ അലിയാർ ചേർന്നു വിവരങ്ങളുമായി. സൈഫുന്നിസ, ഈ കുഴികളിൽ വീണുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്ന കാഴ്ച ഇന്നുകൂടി നമ്മൾ കണ്ടു. ഒരു ബൈക്ക് യാത്രക്കാരൻ ആ കുഴിയിൽ വീണ് അതിമാരകമായ രീതിയിൽ വീഴുന്ന ഒരു കാഴ്ച. അപ്പോഴാണ് ഈ അടുത്ത് തന്നെ ടാർ ചെയ്ത വാഹനത്തിൽ റോഡിൽ കുഴി രൂപപ്പെടുന്ന സ്ഥിതി വന്നു ചേർന്നിരിക്കുന്നത്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? അധികൃതരോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ശ്രീശങ്കര പാലത്തിലാണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. ഈ കാലടിയിൽ നിന്ന് കാഞ്ഞൂർ റോഡിലേക്ക് തിരിയുന്ന ജംഗ്ഷന് സമീപത്താണ്, പാലത്തിന് അരികിൽ തന്നെ ഈ അപ്രോച്ച് റോഡിൽ നിന്ന് പാലത്തിലേക്ക് കയറുന്ന ഭാഗത്താണ് കുഴികൾ രൂപപ്പെട്ടത്. ഈ കഴിഞ്ഞ 1-ാം തീയതി രാത്രി ഇവിടെ കുഴികൾ അടച്ചിരുന്നു. അതിനു മുൻപുള്ള ദിവസങ്ങളിൽ വലിയ തോതിൽ ഗതാഗതക്കുരുക്കായിരുന്നു ഈ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അന്നേ ദിവസം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവിടെ ഗതാഗതക്കുരുക്കിൽപ്പെടുകയും പിന്നാലെയാണ് 1-ാം തീയതി രാത്രി കുഴികൾ അടയ്ക്കുകയും ചെയ്തത്. അതിനുശേഷം ഗതാഗതം സുഗമമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായതോടെയാണ് ഇപ്പോൾ വീണ്ടും ഈ ടാർ ഇളകി കുഴി രൂപപ്പെട്ടു. ടാറ് കൃത്യമായി ഉണങ്ങാനുള്ള ഒരു സാവകാശം കിട്ടിയിരുന്നില്ല. ഈ മഴക്കാലത്തിന് മുൻപേ ഈ കുഴികൾ അടയ്ക്കാനുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ ഈ മഴയത്ത് കൊണ്ടുവന്ന് ടാർ ചെയ്തതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കാണ് രാവിലെയും വൈകിട്ടും ഒക്കെ ഉണ്ടാകുന്നത്. എയർപോർട്ടിലേക്ക് അടക്കം പോകേണ്ട വാഹനങ്ങളാണ് ഈ ഗതാഗതക്കുരുക്കിൽ പെട്ടുകിടക്കുകയും ചെയ്യുന്നത്. അടിയന്തരമായി പാലത്തിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ കഴിഞ്ഞ മാസത്തേത് പോലുള്ള രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഇനിയും ഉണ്ടാകുമെന്നാണ് ഈ പ്രദേശവാസികളടക്കം ഇപ്പോൾ പറയുന്നത്. സൈഫുന്നിസ അലിയാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.